നിൽക്ക്. പെട്ടെന്ന് മുത്തശ്ശിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടതും എല്ലാവരും ഒരു നിമിഷം ഞെട്ടലോടെ നോക്കി നിന്നു. എന്താമേ? ലക്ഷ്മിയുടെ ശബ്ദത്തിൽ അല്പം ഭയം കലർന്നു. കാരണം ആവണി മുത്തശ്ശിയുടെ പ്രിയപ്പെട്ട ചെറുമകളാണ്. അവളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഈ വീട്ടിൽ നടക്കാൻ ഒരിക്കലും മുത്തശ്ശി അനുവദിക്കില്ല. അങ്ങനെ മുത്തശ്ശിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായാൽ ആനന്ദ് ആ നിമിഷം തന്നെ നന്ദിനിയും കുഞ്ഞിനെയും കൊണ്ട് ഈ പടി ഇറങ്ങും. പിന്നെ ഒരിക്കൽ പോലും അവൻ ഈ പടി ചവിട്ടാൻ തയ്യാറാകില്ല. ഇപ്പം തന്നെ തൻ്റെ വാശിയും നിരാഹാരവും ഒന്നുകൊണ്ട് മാത്രമാണ് അവൻ തിരികെ വന്നിരിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടെ അങ്ങനെ സംഭവിച്ചാൽ പിന്നെ തൻ്റെ മകൻ എന്നേക്കുമായി തന്നിൽ നിന്ന് മകലും. അവർ ഭയത്തോടെ ഓർത്തു. ലക്ഷ്മിയുടെ മുഖത്തെ ഭയം മനസ്സിലായതുപോലെ മുത്തശ്ശി അവരെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു. ശേഷം ആനന്ദിനോട് ചേർന്ന് നിൽക്കുന്ന നന്ദുവിനരികിലേക്ക് പതിയെ നടന്നു വന്നു. വിവാഹിതയായ പെൺകുട്ടികൾ ഭർതൃഗൃഹത്തിലേക്ക് കയറുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് പാലിച്ചുകൊണ്ട് മാത്രം അകത്തേക്ക് കയറിയാൽ മതി. മുത്തശ്ശി ഗൗരവത്തോടെ പറഞ്ഞതും ലക്ഷ്മിയുടെ മുഖത്ത് തെളിഞ്ഞിരുന്ന ഭയം മാറി അവിടെ പുഞ്ചിരി തെളിഞ്ഞു. പക്ഷേ ഞങ്ങൾക്കതിലൊന്നും വിശ്വാസമില്ല മുത്തശ്ശി. പെട്ടെന്ന് ആനന്ദ് അങ്ങനെ പറഞ്ഞതും എല്ലാവരും അവനെ ഒന്ന് നോക്കി. നിങ്ങൾക്കിതിലൊന്നും വിശ്വാസമില്ലായിരിക്കാം അനന്തു, പക്ഷെ ഒരു കുടുംബമാകുമ്പോൾ മറ്റുള്ളവരുടെ താല്പര്യം കൂടെ നമ്മൾ മാനിക്കണം. മുത്തശ്ശിയുടെ വാക്കുകൾക്ക് മറുപടി അവനെന്തോ പറയാൻ തുടങ്ങിയതും നന്ദു അവൻ്റെ കയ്യിൽ നിന്നും അമർത്തിപ്പിടിച്ചു. ശേഷം കണ്ണുകൾ കൊണ്ട് ആരുതെന്ന് കാണിച്ചതും അവനൊന്നും കണ്ണുകൾ മുറുക്കി അടച്ച് തുറന്ന ശേഷം മുത്തശ്ശി നോക്കി അനുകൂല ഭാവത്തിൽ തലയാട്ടി കാണിച്ചു. ലച്ചു, ആരതി എടുത്തുകൊണ്ട് വാ. അവൻ്റെ അനുവാദം ലഭിച്ചതും മുത്തശ്ശി വേഗം ലക്ഷ്മിയോടായി പറഞ്ഞു. പെട്ടെന്ന് തന്നെ ലക്ഷ്മി കുഞ്ഞിനെ നന്ദുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അകത്തേക്ക് ഓടി. അവരുടെ പിന്നാലെ തന്നെ ഒരു സഹായത്തിനായി ശാലിനിയും അകത്തേക്ക് പോയി. നിമിഷങ്ങൾക്കകം കയ്യിൽ 5 തിരിയിട്ട് കത്തിച്ച നിലവിളക്കുമായി ലക്ഷ്മി പുറത്തേക്ക് വന്നതും നന്ദുവിൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു. രണ്ടുപേരും ചേർന്ന് നിന്നോളൂ. ശാലിനിയുടെ കയ്യിൽ നിന്നും ആരതി തട്ട് വാങ്ങിക്കൊണ്ട് മുത്തശ്ശി ആനന്ദിനോടും നന്ദുവിനോടുമായി പറഞ്ഞതും ആനന്ദ് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ തൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും തന്നോട് ചേർത്ത് പിടിച്ചു. 3 വട്ടം ആരതി ഒഴിഞ്ഞ ശേഷം മുത്തശ്ശി അതിൽ നിന്നും അല്പം സിന്ദൂരം എടുത്ത് ആനന്ദിൻ്റെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയും നെറ്റിയിലും നന്ദുവിൻ്റെ നെറുകയിലും ചാർത്തി കൊടുത്തു. ഇനി ലച്ചുവിൻ്റെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങിക്കൊണ്ട് കുട്ടി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിക്കോളൂ. മുത്തശ്ശി പറഞ്ഞു കേട്ടതും ആനന്ദ് അവളുടെ കയ്യിലിരുന്ന കുഞ്ഞി പെണ്ണെ തൻ്റെ കയ്യിലേക്ക് വാങ്ങി. ശേഷം അവൻ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചതും നന്ദു ഒരു പുഞ്ചിരിയോടെ ലക്ഷ്മി അമ്മയുടെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങിക്കൊണ്ട് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷം നന്ദ പുറത്തേക്ക് വന്നതും ആനന്ദിൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിപ്പെണ്ണെ ചിണുങ്ങിക്കൊണ്ട് അവളുടെ കയ്യിലേക്ക് ചാടി. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, മോള് പോയി റെസ്റ്റ് എടുത്തോളൂ. കുഞ്ഞും ആകെ ക്ഷീണിച്ചു. കുഞ്ഞിൻ്റെ കൈകൾ അവളുടെ മാറിൽ അലഞ്ഞു നടക്കുന്ന കണ്ടതും ലക്ഷ്മിയമ്മ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അവരുടെ വാക്കുകൾ ആ നിമിഷം അവളിൽ വല്ലാത്തൊരു ആശ്വാസം നിറച്ചു. കാരണം യാത്രക്ഷീണം അവളെ നല്ലതുപോലെ തളർത്തിയിരുന്നു. അനന്തു, മോൾക്ക് നിന്റെ മുറി കാണിച്ചു കൊടുക്ക്. സോഫയിലിരുന്ന അരവിന്ദിനോടും അരുണിനോടും സംസാരിച്ചു കൊണ്ടിരുന്ന ആനന്ദിനെ നോക്കിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ എഴുന്നേറ്റ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. ലക്ഷ്മിയെ നോക്കിയൊന്ന് തലയാട്ടിയ ശേഷം അവൻ്റെ പിന്നാലെ തന്നെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നന്ദവും സ്റ്റെപ്പുകൾ കയറി. മോളെ ആവണി. തങ്ങളുടെ റൂമിലെത്തിയിട്ടും യാതൊരു പ്രതികരണവും ഇല്ലാതെ ഒരു ശീല പോലെ നിൽക്കുന്ന ആവണി ഗായത്രി കുലുക്കി വിളിച്ചതും ഏത് ലോകത്തിലെന്നതുപോലെ അവൾ ഞെട്ടലുടെ മുഖമുയർത്തി ഗായത്രി എന്ന് നോക്കി. ശേഷം അവൾ ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും ഗായത്രിയുടെ മുഖത്തേക്ക് നോക്കി. അമ്മേ, ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു ദുസ്വപ്നം. എൻ്റെ അനന്തവേട്ടൻ മറ്റൊരു വിവാഹം കഴിച്ചു എന്ന്. ഞാനാകെ പേടിച്ചു പോയമ്മേ. എന്നെ മറന്നുകൊണ്ട് അനന്തവേട്ടൻ്റെ മറ്റൊരു വിവാഹം. അത് അസംഭ്യമാണെന്ന് അറിയാമെങ്കിലും ഞാൻ വല്ലാതെ ഭയന്നു പോയമ്മേ. കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും ഒരു ചിരിയോടെ അവൾ പറയുന്ന കേട്ട് ഗായത്രിയും ശ്രുതിയും ഒരു പകപ്പോടെ അവളെ നോക്കി നിന്നു. മോളെ ആവണി, നീ എന്തൊക്കെ ഈ പറയുന്നത്? അവർ അല്പം ഭയത്തോടെ ചോദിച്ചുകൊണ്ട് അവളുടെ ഇരു തോളിലും പിടിച്ചു. ഒന്നുമില്ലമ്മേ, ഞാനൊരു ദുസ്വപ്നം കണ്ടു എന്ന് പറഞ്ഞില്ലേ, അത് മനസ്സിൽ നിന്നും പോകുന്നില്ല. അവൾ ടേബിളിലിരുന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നിടയിൽ പറഞ്ഞതും ഗായത്രിയും ശ്രുതിയും പരസ്പരം ദയനീയമായി ഒന്ന് നോക്കി. ആവണി, നീ കണ്ടത് വെറും ഒരു സ്വപ്നമല്ല. ആനന്ദവേട്ടൻ്റെ വിവാഹം കഴിഞ്ഞു എന്നത് സത്യം തന്നെയാണ്. ശ്രുതി അവളുടെ തോളിൽ കൈവേച്ചുകൊണ്ട് പറഞ്ഞതും ആവണി അവളെ ഒന്ന് തുറച്ചു നോക്കി. അനാവശ്യം പറയരുത് ഏട്ടത്തി. ഏട്ടൻ്റെ കൂടെ കൂടി ഇപ്പോൾ ഏട്ടത്തിയും എന്നെ വേദനിപ്പിക്കാൻ തുടങ്ങിയോ? ആവണി രൂക്ഷമായ ശബ്ദത്തിൽ ശ്രുതിയോടായി പറഞ്ഞു. ഞാനെന്തിന് നിന്നോട് നുണ പറയണം ആവണി? ആനന്ദവേട്ടൻ്റെ വിവാഹം കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ നീ നിന്റെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്ക്. അവൾ പറഞ്ഞതും ആവണി സംശയത്തോടെ ഗായത്രിയുടെ മുഖത്തേക്ക് നോക്കി. നേരാണോ അമ്മേ?
എൻ്റെ എൻ്റെ അനന്തുവേട്ടൻ എന്നെ മറന്നോ? എനിക്ക് എൻ്റെ അനന്തുവേട്ടനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടോ? ഗായത്രിയുടെ ഇരുചുമലിലും പിടിച്ചു കുലുക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും മറുപടി പറയാനാകാതെ ഗായത്രി തല കുനിച്ചു നിന്നു. അവരുടെ ആ ഭാവത്തിൽ നിന്നും തന്നെ അറിഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലായതും അവളുടെ മുഖം വലിഞ്ഞു മുറുകി. അവളെന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ വേഗം മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടി. മോളെ, പിന്നാലെ പോകാൻ നിന്ന ഗായത്രി ശ്രുതി തടഞ്ഞു നിർത്തി. മോളെ, അവൾ അനന്തുവിൻ്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്. ഇപ്പോൾ അവൾ അവൻ്റെ മുന്നിലേക്ക് ചെന്നാൽ എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. ഗായത്രി ശ്രുതിയെ നോക്കിക്കൊണ്ട് നിസ്സഹതയോടെ പറഞ്ഞു. ഒന്നുമില്ലമ്മേ, അനന്തുവേട്ടൻ്റെ നാവിൽ നിന്ന് തന്നെ അവളെല്ലാം അറിയണം. എങ്കിൽ മാത്രമേ അനന്തുവേട്ടനെ അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് അവൾ മനസ്സിലാക്കൂ. അല്ലെങ്കിൽ അതും അവൾക്ക് തന്നെയായിരിക്കും അപകടം ചെയ്യുക. ശ്രുതി പറഞ്ഞു നിർത്തിയതും ഗായത്രി തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് കട്ടിലേക്കിരുന്നു. എന്നാലും അനന്ത് ഇത്രയും വലിയൊരു ചതി നമ്മളോട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഗായത്രി നീരസത്തോടെ പറഞ്ഞതും ശ്രുതി അവരെ നിരൂക്ഷമായി നോക്കി. അനന്തുവേട്ടൻ നമ്മളെയല്ല, നമ്മൾ അനന്തുവേട്ടനെയാണ് ചതിച്ചത്. അതമ്മ മറന്നു പോകരുത്. വിവാഹ മണ്ഡപത്തിൽ നിന്നും നിറകണ്ണുകളോടെ ഇറങ്ങിപ്പോയ അനന്തുവേട്ടൻ്റെ മുഖം ഇന്ന് ഞാൻ മറന്നിട്ടില്ല. അവരെ നോക്കി രൂക്ഷമായ സ്വരത്തിൽ ശ്രുതി പറഞ്ഞതും ഗായത്രിയുടെ മുഖം ഒരു നിമിഷം കൊണ്ട് വിളറി വെളുത്തു. അറിയാതെ തന്നെ അവരുടെ മുഖം കുനിഞ്ഞുപോയി. അവരെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് ശ്രുതി പുറത്തേക്ക് നടന്നതും ഗായത്രി ഒരു നെടുവീർപ്പോടെ കട്ടിലെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. സ്റ്റെപ്പുകൾ കയറിയ ശേഷം ഇടതുവശത്ത് കാണുന്ന ആനന്ദിൻ്റെ റൂമിലേക്ക് കയറിയതും ആനന്ദ് അവനെ നിന്ന് നോക്കിക്കൊണ്ട് കുഞ്ഞിനെ ബെഡിലേക്ക് ഇരുത്തി. ശേഷം അവളും കട്ടിലെ ഒരു സൈഡിലേക്ക് ഇരുന്നതും ആനന്ദ് പിന്നിലൂടെ വന്ന് അവളെ പുണർന്നുകൊണ്ട് അവളുടെ കാതിനും കഴുത്തിനും ഇടയിലായിട്ട് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പതിയെന്ന് കടിച്ചു. ആ നന്ദേട്ടാ, അവൾ ചിടുങ്ങിക്കൊണ്ട് വിളിച്ചതും അവൻ അവളെ തൻ്റെ മടിയിലേക്ക് കയറ്റിയിരുത്തി. ഇപ്പോൾ എൻ്റെ പെണ്ണിൻ്റെ ടെൻഷനൊക്കെ മാറിയോ? അവൻ അവൾ റോസാദളങ്ങൾ പോലെ ചുവന്ന് തൊടുത്ത ചുണ്ടിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് ചോദിച്ചതും അവളൊരു ചിരിയോടെ തലയാട്ടി കാണിച്ചു. ആ നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടക്കുന്ന കണ്ടതും അവളുടെ കവിളുകൾ നാണത്താൽ ചുവന്ന് തൊടുത്തു. നന്ദൂസേ, അവൻ ആർദ്രമായി വിളിച്ചതും അവളൊന്ന് മോളി. ഐ നീഡ് യുവർ ലിപ്സ്. അവൻ്റെ പതിഞ്ഞ ശബ്ദത്തിലുള്ള വാക്കുകൾ കേട്ടതും അവളുടെ കണ്ണുകൾ ബെഡിലിരുന്ന ഷീറ്റിൽ പിടിച്ചും വലിച്ചും വിടുവിച്ചും കളിക്കുന്ന കുഞ്ഞി പെണ്ണിനെ നേർക്ക് നീണ്ടു. അവളുടെ ശ്രദ്ധ കളിക്കുന്നതിലാ. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചുണ്ടിൽ മൃദുവായി എന്ന് ചുംബിച്ചു. ശേഷം ഒന്ന് അകന്ന് മാറിക്കൊണ്ട് അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അവൻ പൂർവാധികം ശക്തിയോടെ അവളെ ചുണ്ടുകളിലേക്ക് ചേക്കേറി. മേൽചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുകർന്നുകൊണ്ട് അവൻ അവളെ ഇടുപ്പിലൂടെ അമർത്തിപ്പിടിച്ചു. പതിയവൻ്റെ ചുംബനത്തിൻ്റെ തീവ്രത പരസ്പരം അവൻ്റെ ചുണ്ടിൽ നിന്നും നാവിലേക്ക് കടന്നതും അവൾ അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു. അവളുടെ കൈകൾ അവൻ്റെ പുറം മേനിയിലാകെ അലഞ്ഞു നടന്നു. അവൻ്റെ കൈകൾ അവളെ ഇടുപ്പിലൂടെ ഇഴഞ്ഞു പതിയെ മുകളിലേക്ക് കയറി. അവളെ മാറിൽ അമർന്നതും അവളെ നീങ്ങിക്കൊണ്ട് അവനെ മുറുക്ക പിടിച്ചു. നിമിഷങ്ങൾ കടന്നു പോകുന്തോറും പരസ്പരം അലിഞ്ഞു ചേരാൻ അവരുടെ ഇരു ഹൃദയങ്ങളും വെമ്പൽ കൊണ്ടു. എങ്കിലും ഇപ്പോൾ അതിനു പറ്റിയ സാഹചര്യമല്ലെന്ന് മനസ്സിലായതും അവർ ആ ചുംബനത്തിലൂടെ തന്നെ തങ്ങളുടെ വികാര തീവ്രത ശമിപ്പിച്ചിരുന്നു. പതിയുള്ള ചുണ്ടിൻ്റെ മാധുര്യത്തോടൊപ്പം ഇരുമ്പിൻ്റെ ശിവ കൂടി അറിഞ്ഞതും അവനൊരു നിരാശയോടെ അവളെ ചുണ്ടുകളെ മോചിപ്പിച്ചു. മുറിഞ്ഞല്ലോ? അവളുടെ കേശുണ്ടിൽ മൃദുവായി തലോടിക്കൊണ്ട് ആനന്ദ് ചോദിച്ചതും അവൾ അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി. അപ്പോഴേക്കും അവൻ അവളെ തൻ്റെ ഇടത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച ശേഷം മറുകൈയിൽ കട്ടിലിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞു പെണ്ണെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കട്ടിലെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. പെട്ടെന്ന് ചാരിയിട്ട് വാതിൽ തുറന്ന് ആവണി അകത്തേക്ക് കയറിയതും നന്ദു ഞെട്ടലോടെ അവനിൽ നിന്നും അകന്നു മാറി. ആനന്ദും ഒരു ഞെട്ടലോടെ കുഞ്ഞിനെയും കൊണ്ട് കട്ടിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. എന്താവണിത്? ഇങ്ങനെയാണോ ഒരു മുറിയിലേക്ക് കയറി വരുന്നത്? ഡോറിൽ മുട്ടണമെന്നുള്ള മിനിമം മാനേഴ്സ് പോലും തനിക്കില്ലേ? രൂക്ഷമായ സ്വരത്തിൽ അവൻ ആവണിയെ നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ വിവാഹ മണ്ഡപത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ അപമാനിതനായി നിന്ന നിമിഷം കടന്നു വന്നു. അനന്തുവേട്ട, ഞാൻ ഇടർച്ചയുള്ള അവളുടെ ശബ്ദം കേട്ടതും ആനന്ദിൻ്റെ മുഖം കടുത്തു. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റു. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ് ആവണി. ഭാര്യ ഭർത്താക്കന്മാരുടെ മുറിയിലേക്ക് കയറുമ്പോൾ ഡോറിൽ നോക്ക് ചെയ്തതിനു ശേഷം മാത്രമേ കയറാവൂ. ഇതൊന്നും നിനക്കാരും പറഞ്ഞു തന്നിട്ടില്ലേ? അവൻ പുച്ഛത്തോടെ ചോദിച്ചതും അവളൊന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു. അവൻ്റെ ആ നിമിഷത്തെ മുഖഭാവം കണ്ടതും അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഇപ്പം എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? അവൻ അലസഭാവത്തിൽ ചോദിച്ചതും അവൾ തല കുനിച്ച് നിന്നുകൊണ്ട് തന്നെ ഒന്നുമില്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. ദെൻ ഗെറ്റ് ലോസ്റ്റ്. കൂടുതലൊന്നും ചോദിക്കാതെ അവൻ പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. അനന്തുവേട്ട, ഈ മുറിയുടെ പാതി അവകാശം ഇനി മുതൽ എനിക്കാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ ഇതിനകത്ത് കയറും. ഒരിക്കൽ താൻ വാശിയോടെ പറഞ്ഞ വാചകങ്ങൾ തനിക്ക് ചുറ്റും
അലയടിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ആവണിക്ക് തോന്നി. അവൾ നിറകണ്ണുകളോടെ അവനെയും അവൻ്റെ അരികിൽ അവനോട് ചേർന്ന് നിൽക്കുന്ന നന്ദുവിനെയും ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞ് പുറത്തേക്കോടി. ഒരു നിമിഷം അവൾ പോയത് നോക്കിയ ശേഷം അവൻ ഒരു നെടുവീർപ്പോടെ മുന്നോട്ട് വന്ന് വാതിലടച്ച് ലോക്കിട്ടു. എന്തേ? എൻ്റെ പ്രീതമ്മയുടെ മുഖത്തൊരു വാട്ടം. കട്ടിൽ തല കൊണിച്ചിരിക്കുന്ന നന്ദുവിൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ആനന്ദ് ചോദിച്ചതും അവൾ അവനെ നോക്കി വിളറിയ ഒരു പുഞ്ചിരി നൽകി. എന്താടാ? അവൻ അവളുടെ അരികിലേക്ക് ഇരുന്ന വാത്സല്യത്തോടെ അവൾ നിറുക്കയില്ലെന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. അത് ആവണിയുടെ മുഖം കണ്ടപ്പോൾ എന്തോ മനസ്സിനൊരു വിഷമം. എന്നെപ്പോലൊരു പെണ്ണല്ലേ അവളും? അവൾ സങ്കടത്തോടെ പറഞ്ഞതും അവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അല്ല നന്ദു, അവൾ ഒരിക്കലും നിന്നെപ്പോലെ ഒരു പെണ്ണല്ല. അവൾക്കൊരിക്കലും നിന്നെപ്പോലെ ഒരു പെണ്ണാകാനും സാധിക്കില്ല. അവൻ പറഞ്ഞതും അവളൊരു സംശയത്തോടെ അവനെ ഒന്ന് നോക്കി. ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിനക്കറിയാമെങ്കിലും നിനക്കറിയാത്ത, നിന്നോട് ഞാൻ പറയാത്ത മറ്റു ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അതിലൊന്നാണ് ആവണിയുടെ സ്വഭാവം. അവൻ അവളോടായി പറഞ്ഞുകൊണ്ട് കട്ടിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. അതെന്താ ഏട്ടൻ അങ്ങനെ പറഞ്ഞത്? അവളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഏട്ടൻ എന്നോട് പറഞ്ഞു തന്നെയല്ലേ? പിന്നെ അന്ന് അങ്ങനെ സംഭവിച്ചത് ആ കുട്ടിയുടെ ഏട്ടൻ ചതിച്ചത് കൊണ്ടാണെന്നും ഏട്ടൻ എന്നോട് പറഞ്ഞതാണല്ലോ. അവൻ്റെ അടുത്തേക്ക് ഇരുന്ന കുഞ്ഞിപ്പെണ്ണെ തൻ്റെ മടിയിലേക്ക് എടുത്തിരുത്തിക്കൊണ്ട് അവൾ ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. പുറമേക്ക് അവൾ പാവം തന്നെയാണ് നന്ദു. പക്ഷെ വലിയ തറവാട്ട് വീട്ടിൽ ജനിച്ചു വളർന്നതിൻ്റെ എല്ലാ അഹങ്കാരവും അവളിൽ പതിഞ്ഞു കിടപ്പുണ്ട്. അവൾക്ക് തന്നെക്കാൾ കുറഞ്ഞവരോട് ഇന്നും പുച്ഛവും പരിഹാസവും മാത്രമേ ഉള്ളൂ. അവൻ പറഞ്ഞതും അവളൊന്നും മനസ്സിലാകാതെ അവനെ നെറ്റിച്ചൊളിച്ചുകൊണ്ട് നോക്കി. നീ അറിയാത്തതായിട്ട് ഈ ലക്ഷ്മിപുരത്ത് പലതും ഉണ്ട് നന്ദു. അതൊക്കെ എൻ്റെ കൊച്ചിന് ഞാൻ സമയം പോലെ പിന്നെ പറഞ്ഞു തരാം കേട്ടോ. അവൻ നന്ദുവിനോടായി പറഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പിൻ്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചതും മുന്നിൽ മുളച്ചു വന്ന 2 പല്ലുകൾ കാണിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു. അച്ചോടാ, അച്ചട വാവയ്ക്ക് പാപം കൊച്ചണ്ടേ? കുഞ്ഞിൻ്റെ പുഞ്ചിരി കണ്ടതും അവനെ അവളെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ നന്ദുവിൻ്റെ മാറിൽ പരതാൻ തുടങ്ങി. നന്ദു ആനന്ദിനെ ഒന്ന് നോക്കിയ ശേഷം തിരിഞ്ഞിരുന്ന് കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്ത് പാല് കൊടുത്തു. അതെ, ഞാൻ കാണാത്തൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്? തിരിഞ്ഞിരുന്ന് കുഞ്ഞിന് പാല് കൊടുക്കുന്നവളെ തോളിലേക്ക് താടി ഊന്നിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. കാണാത്തൊന്നും ആയിരിക്കില്ല, പക്ഷെ ഇപ്പോൾ കണ്ട ശരിയാവില്ല. അതെന്താ? അവൾ പറഞ്ഞു കേട്ട് അവൻ കണ്ണുകൾ കൂർപ്പിച്ചു. അതോ, ഇപ്പം തന്നെ എൻ്റെ ദേഹം നിറയെ എണ്ണയിലൊടുങ്ങാത്ത പാടുണ്ട്. ഇനിയും അതിൻ്റെ എണ്ണം കൂട്ടാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അവൾ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളെ പിന്നിൽ നിന്നും പുണർന്നുകൊണ്ട് തൻ്റെ ദേഹത്തേക്ക് അടുപ്പിച്ചു. അയ്യടാ, എന്നിട്ടാണ് എൻ്റെ പൊന്നുമുള്ള കുറച്ചു മുന്നേ എൻ്റെ മുന്നിലങ്ങ് പൂത്തുലഞ്ഞു നിന്നത്. അവനൊരു വഷളച്ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ ചുണ്ടു കൂർപ്പിച്ചു വെച്ചുകൊണ്ട് നോക്കി. അധികം കൂർപ്പിക്കലേ, കൂർപ്പിച്ചാൽ ഞാനിങ്ങ് കടിച്ചെടുക്കും. അവളെ ചുണ്ടിൽ നിന്ന് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ വിരലിൽ ഒന്ന് അമർത്തി കടിച്ചു. ഹാ ഡി വിരടി പട്ടിക്കുട്ടി. വേദനയോടെ അവൻ അലറിയതും അവൾ അവൻ്റെ കയ്യിൽ നിന്നും വീട്ടുകൊണ്ട് അവനെ നോക്കി നിളിച്ച് കാണിച്ചു കൊടുത്തു. ദുഷ്ടേ, എൻ്റെ കൈ നീ പൊന്നാക്കി നോക്കിക്കൊടി. ഇതിനുള്ള ശിക്ഷ നല്ല കാനത്തിൽ തന്നെ രാത്രിയിൽ ചേരൻ പൊന്നുമോൾക്ക് തരാമേ. അവൻ അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ കൈ പിടിച്ച് അവൾ കടിച്ച ഭാഗത്ത് ചുണ്ടുകൾ ചേർത്തു. ഒത്തിരി വേദനിച്ചോ? അവൾ ചോദിച്ചതും അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് പാല് കുടിച്ചുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങിയിരുന്നു. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തിയ ശേഷം അവൾ കൊണ്ടുവന്ന ബാഗിൽ നിന്നും മാറിയ ഡ്രസ്സും എടുത്തുകൊണ്ട് അവനോടായി പറഞ്ഞു. അതിന് മറുപടിയെ അവനൊന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടിയ ശേഷം ഫോൺ കയ്യിലേക്കെടുത്ത് അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അവൾ വാഷ്റൂമിലേക്ക് കയറിയിരുന്നു. ആ നിമിഷമാണ് വാതിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേട്ടത്. ഒരു നിമിഷം അവൻ നെറ്റിച്ച് ഒളിച്ച് വാതിലേക്കൊന്ന് നോക്കിയ ശേഷം പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വാതിൽ തുറക്കാനായി മുന്നോട്ട് നടന്നു. ഏട്ടായി. വാതിൽ തുറന്നതും ഒരു പെൺകുട്ടി അവനെ ദേഹത്തേക്ക് ചാടി വീണു. ഒന്ന് പിന്നിലേക്ക് ആഞ്ഞെങ്കിലും ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു. ആദി മോളെ. ആദ്യത്തെ പകുപ്പ് മാറിയതും അവൻ അവളെ മുറുക്കെ പിടിച്ചുകൊണ്ട് വിളിച്ചു. അപ്പോഴേക്കും അവൾ ഏങ്ങി കരയാൻ തുടങ്ങിയിരുന്നു. ഇത്രയും നാളുകളായിട്ടും ഏട്ടൻ എന്നെ ഒന്ന് അന്വേഷിച്ചു പോലും ഇല്ലല്ലോ. ഈ 3 വർഷങ്ങൾ കൊണ്ട് ഏട്ടൻ മറന്നു അല്ലേ ഈ കുഞ്ഞനിയത്തിയെ? ഞാൻ പിണക്കാണ് ഏട്ടനോട്. അവൻ്റെ ഇടുപ്പിലൂടെ 2 കൈകളും കാലും ചുറ്റി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു കേട്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അയ്യടാ, ഏട്ടൻ്റെ കുട്ടി ഏട്ടനോട് പിണക്കാണല്ലേ? എന്നിട്ടാണോ ഇങ്ങനെ എൻ്റെ ഇടുപ്പിൽ കയറിയിരിക്കുന്നത്? അവനൊരു കുസൃതി ചിരിയോടെ ചോദിച്ചതും അവൾ അവനെ നോക്കി ചുണ്ടു കുറിപ്പിച്ചു. അപ്പോഴേക്കും അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ നിലത്തേക്ക് നിർത്തി. നിമിഷങ്ങൾ കടന്നു പോയതും ചിരിയോടൊപ്പം അവൻ്റെ കണ്ണുകളും നിറയാൻ തുടങ്ങി. തൻ്റെ കുഞ്ഞിപ്പെങ്ങൾ സ്ഥാനം കൊണ്ട് മുറപ്പെണ്ണാണെങ്കിലും തനിക്ക് ഇവിടെ നിന്നും തൻ്റെ കുഞ്ഞിപ്പെങ്ങളായിരുന്നു. താൻ ഇവിടെ നിന്നും പോകുമ്പോൾ ഇവൾക്ക് 15 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 3 വർഷത്തിനിടയിൽ താൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതും
തൻ്റെ ആദ്യമോളിയായിരുന്നെന്ന് അവൻ ഓർത്തു. ഏട്ടൻ്റെ കുട്ടി ഒത്തിരി വളർന്നു. അവൻ നിറ കണ്ണുകളോടെ പറഞ്ഞതും അവളും നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി നിന്ന് പുഞ്ചിരിച്ചു. ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയി. അപ്പം പിന്നെ അതിന് വേണ്ട വളർച്ച ഉണ്ടാവണ്ടേ? അവളുടെ മറുപടിക്കടുത്തും അവന് ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. മോൾക്ക് സുഖാണോ? പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? എനിക്ക് എന്ത് വിശേഷം? ഏട്ടനല്ലേ വിശേഷങ്ങളുള്ളത്? അല്ല, എവിടെ എൻ്റെ ഏട്ടത്തിയും അമ്മയും കുഞ്ഞും? അവൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവളൊരു ചിരിയോടെ അവനോടായി ചോദിച്ചു. അപ്പോഴാണ് കട്ടിൽ ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടത്. ആഹാ, ഇതാണോ ഏട്ടൻ്റെ വാവ? അവൾ അതീവ സന്തോഷത്തോടെ കുഞ്ഞിപ്പെണ്ണെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. വാവേ, അപ്പച്ചേടാ, കണ്ണു തുറന്നേ. അവൾ കുഞ്ഞിൻ്റെ കയ്യിലും കാലിലുമൊക്കെ ഇക്കിളിയാക്കിക്കൊണ്ട് കുഞ്ഞിനെ ഉണർത്താൻ ശ്രമിച്ചതും ആനന്ദ് അവളെ തൂക്കിയെടുത്ത് മാറ്റിയിരുത്തി. എൻ്റെ പൊന്നു കുഞ്ഞെ, അവളിപ്പോൾ അങ്ങോട്ട് ഉറങ്ങിയതേയുള്ളൂ. നീ ആയിട്ട് അവളെ ഉണർത്തലേ. ഓർക്കം തെളിയാതെ എഴുന്നേറ്റാൽ അവൾ പിന്നെ ഒറ്റ ഒരെണ്ണത്തിന് സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കില്ല. അവൻ ദയനീയമായി പറയുന്ന കേട്ടതും അവൾ പൊട്ടിച്ചിരിച്ചു. എന്താണ് ഇത്ര ചിരിക്കാൻ? അവളെ ചിരി കണ്ടതും അവൻ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലേ, വീരശൂര പരാക്രമിയായ സാക്ഷാൽ ആനന്ദ് വർമ്മയുടെ ദയനീയമായ മുഖം കണ്ട് ഒന്ന് ചിരിച്ചു പോയതാ. അവൾ പറഞ്ഞു കേട്ടതും അവൻ്റെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. ശരിയാണ്, പണ്ടത്തെ ആനന്ദ് വർമ്മയല്ല താനിപ്പോൾ. പണ്ടത്തെ ഗൗരവക്കാനായ ആനന്ദിലും തനിക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതും തൻ്റെ നന്ദുവും പറഞ്ഞിട്ടുണ്ട്. അവളെ കണ്ടുമുട്ടുമ്പോഴും വിവാഹം കഴിക്കുമ്പോഴും താൻ തികച്ചും ഒരു മുരടൻ തന്നെയായിരുന്നു. എന്നാൽ തങ്ങളുടെ കുഞ്ഞുമണി തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം താൻ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. അവൻ ഓർത്തുകൊണ്ട് തൻ്റെ കുഞ്ഞിൻ്റെ നെറുകിലൊന്ന് തലോടി. ആ നിമിഷമാണ് വാഷ്റൂമിൻ്റെ ഡോർ തുറന്നുകൊണ്ട് നന്ദു പുറത്തേക്ക് ഇറങ്ങി വന്നത്. പെട്ടെന്ന് മുറിയിലൊരു പെൺകുട്ടിയെ കണ്ടതും അവളൊന്ന് പകച്ചു. പിന്നെ തൻ്റെ നന്ദേട്ടൻ്റെ അരികിൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഇരിക്കാൻ അവൻ്റെ കുഞ്ഞിപ്പെങ്ങൾ അതിഥിയല്ലാതെ മറ്റാരും വരില്ലെന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവളെ മനസ്സിലാക്കാൻ നന്ദുവിന് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. ഹായ് ഏട്ടത്തി, എന്നെ മനസ്സിലായോ? നന്ദുവിനെ കണ്ടതും അതിഥി ഓടി വന്നവളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. പിന്നെ നന്ദേട്ടൻ്റെ ആദ്യമോളെ എനിക്ക് മനസ്സിലാവാതെ ഇരിക്കുമോ? അവളൊരു ചിരിയോടെ പറഞ്ഞതും അതിഥി അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. യു ആർ സോ സ്വീറ്റ് ഏട്ടത്തി. എനിക്ക് എൻ്റെ ഏട്ടത്തി ഒത്തിരി ഇഷ്ടമായി. നന്ദുവിൻ്റെ ഇരുക്കവളിലും മുത്തിക്കൊണ്ട് അവൾ പറഞ്ഞതും നന്ദു മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അവളെയും ചേർത്ത് പിടിച്ചു. അവിടെ സ്നേഹപ്രകടനം കണ്ടുകൊണ്ടിരുന്ന ആനന്ദിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു.